നമ്മൾ ADS ബാക്കപ്പ് ആൻഡ് റെസ്റ്റോർ പാർട്ട് 1 ആക്റ്റീവ് ഡയറക്ടറി സിസ്റ്റം സ്റ്റേറ്റിനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യുക, എങ്ങനെയാണ് റെസ്റ്റോർ ചെയ്യുക എന്ന് നോക്കി. നമ്മൾ ഈ പ്രാക്ടിക്കലിൽ ASR ബാക്കപ്പ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ASR എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് സിസ്റ്റം റിക്കവറി എന്നുള്ളതാണ്. ASR ബാക്കപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ADS ബാക്കപ്പ് ചെയ്യുമ്പോൾ സെർവറിലുള്ള ആക്റ്റീവ് ഡയറക്ടറി മാത്രമേ ബാക്കപ്പ് ആവുള്ളൂ. പക്ഷേ ASR ബാക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫയൽസ്, ADS എല്ലാം ടോട്ടലായിട്ട് ബാക്കപ്പ് ആവും. അതായത് നിങ്ങളുടെ ടോട്ടൽ ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് ബാക്കപ്പ് ആവും. ASR ബാക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്ലാപ്പി ഡ്രൈവ് ആവശ്യമുണ്ട്. നിങ്ങൾ 2003 സെർവർ യൂസ് ചെയ്യുന്ന കാലം വരെ ഒരു ഫ്ലാപ്പി ഡ്രൈവിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തോളണം. കാരണം 2003 വന്ന കാലത്ത് USB പെൻഡ്രൈവ് ഒന്നും അത്ര പോപ്പുലർ അല്ല. അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ ഫ്ലാപ്പി വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് തന്നെ 2008 സെർവറിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫ്ലാപ്പി ഡ്രൈവിൻ്റെ യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പെൻഡ്രൈവ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഈവൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ നിങ്ങൾക്ക് പെൻഡ്രൈവ് വഴി തന്നെ ലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ASR ബാക്കപ്പ് ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിൽ ഒരു ബാക്കപ്പ് ഫയൽ സ്റ്റോർ ചെയ്യും. അതേ സമയത്ത് ഫ്ലാപ്പി ഡ്രൈവിൽ ഒരു 3 ഫയൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് തരും. ഈ 3 ഫയലിൽ എന്തൊക്കെയാണ് ഫംഗ്ഷൻ എന്ന് നോക്കിയാൽ സെറ്റപ്പ് ലോഗ് എന്നൊരു ഫയലുണ്ട്. ഈ ഫയലിൽ സിസ്റ്റം ഫയൽസ് ഒക്കെ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ഉണ്ടാവും. അതായത് ഏതൊക്കെ ഫയലാണ് ബാക്കപ്പ് ചെയ്തിരിക്കുന്നത്, തിരിച്ചിടുമ്പോൾ അതൊക്കെ ഏതൊക്കെ ലൊക്കേഷനിലാണ് ഇടേണ്ടത് എന്നുള്ളത് ഈ സെറ്റപ്പ് ലോഗ് ഫയലുണ്ടാവും. ASR SIF എന്നൊരു ഫയലുണ്ട്. ഈ ഫയലിൻ്റെ അകത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ബാക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുമാത്രമല്ല നിങ്ങൾ എവിടെയാണ് ബാക്കപ്പ് ചെയ്തിട്ടുള്ളത്, അതായത് ഏത് മീഡിയത്തിലാണ് ബാക്കപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുണ്ടാവും. ടേപ്പ് ഡ്രൈവിൽ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടോ, ഒരു ഫയലിൽ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടോ, ആ ബാക്കപ്പ് ഫയൽ എവിടെയാണ് ഉള്ളത്, എവിടുന്നാണ് ആ ബാക്കപ്പ് ഫയലിൽ റെസ്റ്റോർ ചെയ്യുമ്പോൾ ആക്സസ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ASR.SIF എന്ന ഫയലുണ്ടാവും. അടുത്തത് ASR PNP എന്നുള്ളത്. PNP എന്ന് പറയുന്നത് പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയും. ഈ PNPയിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസസ് എന്തൊക്കെയാണുള്ളത്, ആ പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസസിന് എന്തൊക്കെയാണ് ഡ്രൈവർ സോഫ്റ്റ്വെയർ വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ടാവും. ഈ ASR ബാക്കപ്പിൽ ഉള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ASR ബാക്കപ്പ് എടുത്തു കഴിഞ്ഞു. ASR ബാക്കപ്പിനെ ഒരു CD-യിൽ നിങ്ങൾ റൈറ്റ് ചെയ്ത് വെച്ചോളും. ഫ്യൂച്ചറിൽ നിങ്ങളുടെ ടോട്ടൽ കമ്പ്യൂട്ടർ ഫെയിലിയർ ആയാൽ പോലും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ പഴയ കണ്ടീഷനിലേക്ക്, അതായത് കമ്പനീൻ്റെ ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ കൺട്രോളറിനെ പഴയ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ മുഴുവനും കേടുവന്നാൽ നമ്മൾ ഒരു പുതിയ കമ്പ്യൂട്ടർ ഇടും. ഈ പുതിയ കമ്പ്യൂട്ടറിൽ ഈ ASR ബാക്കപ്പിനെ നമ്മൾ റെസ്റ്റോർ ചെയ്യും. റെസ്റ്റോർ ചെയ്താൽ ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഈ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ഫയൽ ഉണ്ടായിരുന്നോ ആ ഫയൽസ്, ADS എല്ലാം നിങ്ങൾക്ക് ഒന്നളയും. എന്ന് വെച്ചാൽ പഴയ കമ്പ്യൂട്ടർ പോലെ തന്നെ ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. പഴയ കമ്പ്യൂട്ടറിൽ ഒരു എക്സാമ്പിളിന് 120 GB ഹാർഡ് ഡിസ്ക്കാണ് ഉള്ളതെന്ന് കരുതുക. പുതിയ കമ്പ്യൂട്ടറിൽ നിങ്ങൾ അതേ 120 GB ഹാർഡ് ഡിസ്ക്കാണ് ഇടണമെങ്കിൽ നിങ്ങൾക്ക് പാർട്ടീഷൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഈ ഫയലിൻ്റെ അകത്ത് ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ഉണ്ടാവും. അതായത് C ഡ്രൈവ് എന്താണ് സൈസ്, D ഡ്രൈവ് എന്താണ് സൈസ് എന്നുള്ള ഡീറ്റെയിൽ ഈ ഫയലിലുണ്ടാവും. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പാർട്ടീഷൻ ചെയ്തളയും. ഇത് തന്നെ നിങ്ങൾ പുതിയ ഹാർഡ് ഡിസ്ക് ഒരു 320 GB ഒക്കെ ഇടുകയാണെങ്കിൽ, അതായത് പഴയ ഹാർഡ് ഡിസ്കിനേക്കാളും പുതിയ ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് വലുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടീഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഡിസ്പ്ലേ ആവും. നിങ്ങൾക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ പുതിയ കമ്പ്യൂട്ടറിൽ പഴയ കമ്പ്യൂട്ടറിലുള്ള ഹാർഡ് ഡിസ്കിനേക്കാളും ചെറിയ സൈസിൽ നിങ്ങൾ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ മിനിമം ആ സൈസ് അല്ലെങ്കിൽ അതിനേക്കാളും വലിയ സൈസിൽ വേണം നിങ്ങൾ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യാൻ. ഒരു കമ്പനിയിൽ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ചാർജ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പണി കമ്പ്യൂട്ടറിനെ ടോട്ടലായിട്ട് ബാക്കപ്പ് ചെയ്തോളണം. നിങ്ങൾക്ക് മുമ്പ് ഉള്ള അഡ്മിനിസ്ട്രേറ്റർ റിലീവ് ആവുന്നതിന് മുമ്പ് എല്ലാം ബാക്കപ്പ് ചെയ്ത് വെച്ചോളണം. കാരണം ഫ്യൂച്ചറിൽ നിങ്ങളടുത്ത് കമ്പനി ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എന്ത് കണ്ടീഷനിലാണ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ ബാക്കപ്പ് വെച്ചുകൊണ്ടേ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ചാർജ് എടുക്കുമ്പോൾ തന്നെ ടോട്ടലായിട്ട് എല്ലാം നിങ്ങൾ ബാക്കപ്പ് ചെയ്തോളണം. നമ്മളിപ്പോൾ ASR ബാക്കപ്പ് എങ്ങനെയാണ് ചെയ്യുക, കമ്പ്യൂട്ടർ കേട് വന്നാൽ ഈ ASR ബാക്കപ്പ് വെച്ചുകൊണ്ട് പുതിയ കമ്പ്യൂട്ടറിനെ എങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ASR ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിറ്റ്നെറ്റ്സ് അഡ്മിൻ എന്ന അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. നമ്മൾ ASR ബാക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് പുതുതായിട്ട് ഒരു OU ക്രിയേറ്റ് ചെയ്ത് വെക്കുക.
ന്യൂ ഓർഗനൈസേഷൻ യൂണിറ്റ് ബിഫോർ ASR എന്ന് എൻ്റർ ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ASR ബാക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ടിൽ റണ്ണിൽ NT ബാക്കപ്പ് എന്ന കമാൻഡാണ് യൂസ് ചെയ്യുക. NT ബാക്കപ്പിന് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ ബാക്കപ്പ് ചെയ്യാൻ റെസ്റ്റോർ ചെയ്യാൻ ഓപ്ഷൻ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബാക്കിൽ ചെന്നിട്ട് അഡ്വാൻസ് മോഡ് എന്നൊരു മോഡുണ്ട്. ഈ മോഡ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ASR ബാക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് മോഡിനെ സെലക്ട് ചെയ്യണം. അഡ്വാൻസ് മോഡ് സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് സിസ്റ്റം റിക്കവറി വിസാർഡ് ഉണ്ട്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ പേജിൽ നിങ്ങൾ ASR ബാക്കപ്പ് എടുക്കുമ്പോൾ ASR ഡിസ്ക് ക്രിയേറ്റ് ചെയ്യണം. കമ്പ്യൂട്ടറിൽ മേജർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ ASR വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റെസ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. ASR ബാക്കപ്പ് പറഞ്ഞത് ടോട്ടൽ ഹാർഡ് ഡിസ്കിനെ ബാക്കപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഏതാണ് ബാക്കപ്പ് ചെയ്യേണ്ടത് ഏതാണ് ബാക്കപ്പ് ചെയ്യേണ്ട എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. എവിടെയാണ് ബാക്കപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ബ്രൗസ് ചെയ്തിട്ട് C ഡ്രൈവിൽ ASR ബാക്കപ്പ് എന്ന് നെയിം തരുന്നുണ്ട്. നെയിം തന്നിട്ട് സേവ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഹാർഡ് ഡിസ്കിലാണ് ഇപ്പോഴത്തേക്ക് ബാക്കപ്പ് ചെയ്യുന്നത്. ഈ ഹാർഡ് ഡിസ്കിൽ ബാക്കപ്പ് ചെയ്തതിന് നിങ്ങൾ ഒരു CD റോമിൽ റൈറ്റ് ചെയ്തോളണം. കാരണം ടോട്ടൽ കമ്പ്യൂട്ടർ കേട് വന്നു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാക്കപ്പ് ചെയ്ത് പിന്നെ ഇതിനെ ഒരു DVDയിൽ റൈറ്റ് ചെയ്തോളാം. നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫിനിഷ് ക്ലിക്ക് ചെയ്യണം. ASR ബാക്കപ്പ് എടുക്കാൻ കുറച്ച് സമയം പിടിക്കും. കാരണം ടോട്ടൽ ഹാർഡ് ഡിസ്കിനെ ബാക്കപ്പ് എടുക്കുന്നതുകൊണ്ട് ബാക്കപ്പ് സൈസ് നിങ്ങൾക്ക് അധികമുണ്ടാവും. അതേപോലെ ബാക്കപ്പ് എടുക്കുന്ന സമയവും അധികമാവും. ഇവിടെ ഷാഡോ കോപ്പി സർവീസ് ഒന്നുണ്ട്. ഈ ഷാഡോ കോപ്പി സർവീസ് എന്ന് പറയുന്നത് വോള്യം ഷാഡോ കോപ്പി സർവീസ് എന്ന് പറയും. ഇതിനെക്കുറിച്ച് നമ്മൾ ഫ്യൂച്ചറിൽ ക്ലാസ്സിൽ നോക്കാം. ഈ വോള്യം ഷാഡോ കോപ്പി സർവീസിനെ യൂസ് ചെയ്തിട്ടാണ് ASR ബാക്കപ്പ് ആവുന്നത്. ഇപ്പോൾ ASR ബാക്കപ്പ് ആവുമ്പോൾ നമ്മളടുത്ത് ഒരു ഫ്ലാപ്പി ഡ്രൈവിനെ ഇൻസെർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഒരു പുതിയ ഫ്ലാപ്പി ഡ്രൈവിനെ ഇൻസെർട്ട് ചെയ്തിട്ട് ഫോർമാറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഫയൽസ് ഒന്നും അധികമില്ല എങ്കിലും ഇതൊരു 10 മിനിറ്റ്സോളം സമയമെടുക്കും. പക്ഷേ പ്രൊഡക്ഷൻ സെർവറിലൊക്കെ നോക്കിയാൽ ഒരുപാട് ഫയൽസ് ഉണ്ടാവും. അതുകൊണ്ട് ASR ബാക്കപ്പ് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും എടുക്കാൻ പറ്റുള്ളൂ, ഡെയിലി ഒന്നും എടുക്കാൻ പറ്റില്ല. ASR ബാക്കപ്പ് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ 1-ാം തീയതി ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മേജറായിട്ട് വല്ല ചേഞ്ച് വരികയാണെങ്കിൽ നിങ്ങൾ ASR ബാക്കപ്പ് എടുത്തോളണം. അതും പ്രത്യേകിച്ച് ഒരു ഡൊമൈൻ കൺട്രോളർ റൺ ചെയ്യുന്ന കമ്പനിയിൽ തീർച്ചയായും ബാക്കപ്പ് ഉണ്ടാവണം. കാരണം ആ ഒരു ഡൊമൈൻ കൺട്രോളർ കേട് വന്നാൽ യൂസർക്ക് ലോഗിൻ ആവാൻ പറ്റാതാവും. ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്പനീനെ ഓൾഡ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ASR ബാക്കപ്പ് ഉണ്ടാവണം. ASR ബാക്കപ്പ് ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് കമ്പനി കേടുവന്ന കമ്പ്യൂട്ടറിൽ പുതിയ കമ്പ്യൂട്ടർ ഇട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്ലാപ്പി ഡ്രൈവ് ഇൻസെർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഫ്ലാപ്പി ഡ്രൈവിനെ FAT32ൽ ഫോർമാറ്റ് ചെയ്യണം. നമ്മൾ ഫ്ലാപ്പി ഡ്രൈവ് അകത്ത് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലാപ്പി ഡ്രൈവിനെ ഫോർമാറ്റ് ചെയ്യണം. ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ ചെല്ലണം. കമ്പ്യൂട്ടറിൽ ഫ്ലാപ്പി ഡ്രൈവിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് സെലക്ട് ചെയ്യണം. ഇതൊരു ക്വിക്ക് ഫോർമാറ്റ് ചെയ്താൽ മതി. ഈ ഫ്ലാപ്പിനെ സ്റ്റാർട്ടപ്പ് ഡിസ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് ഈ ടിക്ക് ക്രിയേറ്റ് MS ദാസ് സ്റ്റാർട്ടപ്പ് ഡിസ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിവിടെ ഫാറ്റിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഫോർമാറ്റ് ആവുന്നുണ്ട്. ഫോർമാറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഫ്ലാപ്പി ഇട്ടിട്ട് അതിനെ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്തും റിമൂവ് ദ ഡിസ്ക് ആൻഡ് ലേബിൾ ഇറ്റ് ആസ് ഷോൺ, അതായത് ഡിസ്കിനെ റിമൂവ് ചെയ്തിട്ട് അതിൽ എന്നാണ് ബാക്കപ്പ് ചെയ്തത് എന്നുള്ള ഡേറ്റ് നിങ്ങൾ എൻ്റർ ചെയ്ത് വെക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഫ്ലാപ്പി ഡ്രൈവിനെ ഓപ്പൺ ചെയ്ത് നോക്കണം. ഓപ്പൺ ചെയ്താൽ ആ 3 ഫയലും ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെറ്റപ്പ് ലോഗ് ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഏതൊക്കെ ഫയലാണ് എവിടെയാണ് ബാക്കപ്പ് ചെയ്തിരിക്കുന്നത്, റെസ്റ്റോർ ചെയ്യുമ്പോൾ അത് എവിടെയാണ് കൊണ്ട് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. നമ്മൾ ഫ്ലാപ്പി ഡ്രൈവിനെ റിമൂവ് ചെയ്തിട്ട് ഓക്കെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ബാക്കപ്പ് ആയി കഴിഞ്ഞു. ഇതിനെ ക്ലോസ് ചെയ്യണം. നമ്മൾ C ഡ്രൈവിൽ ചെന്നിട്ട് ബാക്കപ്പിൻ്റെ സൈസ് എത്രയുണ്ട് എന്ന് നോക്കാൻ പോവാണ്. C ഡ്രൈവിൽ ASR ബാക്കപ്പ് 1.3 GB നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടറിൽ ഡാറ്റാസ് ഒന്നുമില്ല എങ്കിലും 1.3 GB നിങ്ങൾക്ക് ബാക്കപ്പ് ആയിട്ടുണ്ട്. ഈ ഫയലിനെ ഒരു DVDയിലേക്ക് റൈറ്റ് ചെയ്യാൻ പോകണം. റൈറ്റ് ചെയ്തിട്ട് ഒരു പുതിയ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ഇൻസ്റ്റലേഷൻ ആരംഭിക്കാൻ പോകണം. നമ്മളുടെ ASR ബാക്കപ്പ് എടുത്ത കമ്പ്യൂട്ടർ കേടുവന്നതുകൊണ്ട് ഒരു പുതിയ കമ്പ്യൂട്ടറിൽ 2003 ഓപ്പറേറ്റിംഗ് സിസ്റ്റം CD ഡ്രൈവിൽ ഇൻസെർട്ട് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. ബൂട്ടിങ്ങിൽ ബൂട്ട് ഫ്രം CD ROM എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം.
സെലക്ട് ചെയ്തതും നമ്മൾ എൻ്റർ പ്രസ് ചെയ്യണം. ഇവിടെ താഴെ നിങ്ങൾക്ക് F6 എന്ന് വരും. ഈ F6 വന്നു കഴിഞ്ഞാൽ പിന്നെ F2 എന്ന് വരും. F2 വരുമ്പോൾ നിങ്ങൾ F2 പ്രസ് ചെയ്തോളണം. ഒരിക്കൽ കൂടി പറയാം, ഈ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് F6 എന്ന് വരും. F6 എന്നുള്ളത് ഹാർഡ് ഡിസ്കിന് ഡ്രൈവർ ഫയൽ വല്ലതും ഇടാനുള്ള ഓപ്ഷനാണ്. ആ F6 വന്ന് പിന്നെ F2 എന്ന് വരും. F2 എന്ന് പറയുന്നത് ASR ഇൻസ്റ്റാൾ ചെയ്യുന്ന മെത്തഡാണ്. ആ F2 ഒരു 30 സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് F2 പ്രസ് ചെയ്യണം. F2 പ്രസ് ചെയ്തതും നിങ്ങൾക്ക് ഇൻസെർട്ട് ദ ഡിസ്ക് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ASR ബാക്കപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എടുത്ത ആ ഫ്ലാപ്പി ഡ്രൈവിനെ ഇൻസെർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും കീനെ പ്രസ് ചെയ്യണം. നമ്മൾ ആ ഫ്ലാപ്പി ഡ്രൈവ് ഇൻസെർട്ട് ചെയ്യാൻ പോകണം. നമ്മൾ ഫ്ലാപ്പി ഡ്രൈവ് ഇൻസെർട്ട് ചെയ്തിട്ട് ഒരു കീനെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തതും ഓട്ടോമാറ്റിക് സിസ്റ്റം റിക്കവറി നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ ഫ്ലാപ്പി ഡ്രൈവ് നിന്ന് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ അതേ സൈസ് ഹാർഡ് ഡിസ്ക്കാണ് പുതിയ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് പാർട്ടീഷൻ ചെയ്യേണ്ട യാതൊരു ആവശ്യം വരില്ല. ഓട്ടോമാറ്റിക്കായിട്ട് പാർട്ടീഷൻ ആവും. അതുമാത്രമല്ല, നിങ്ങൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുതിയ കമ്പ്യൂട്ടറിൽ ഇടുമ്പോൾ നിങ്ങളുടെ അടുത്ത് യാതൊരു ചോദ്യവും ചോദിക്കില്ല. അതായത് യൂസർ നെയിം, കീ യാതൊന്നും ചോദിക്കില്ല. കാരണം മുഴുവനും CD-ROM എന്നാണ് അത് എടുത്ത് ഇൻസെർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 2003 CD-ROM തന്നെയാണ് ഇനിയും ഇട്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആകുമ്പോൾ ASR ബാക്കപ്പ് CD-ROM ഇടാൻ പറയും. നമ്മൾ അപ്പോൾ ആ CD-ROM ഇൻസെർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഫയൽസ് കാപ്പി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാപ്പി ആയി കഴിയാൻ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് നമ്മൾ വീഡിയോനെ പാസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാപ്പി ആയി കഴിഞ്ഞു. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവാൻ പോകണം. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവുമ്പോൾ ഗ്രാഫിക്കലിൽ റീസ്റ്റാർട്ട് ആവും. ഇൻസ്റ്റലേഷൻ ആവുമ്പോൾ യാതൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഫസ്റ്റ് ഈ സ്ക്രീനാണ് നമുക്ക് ഓപ്പൺ ആവുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതും ASR ബാക്കപ്പ് എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. നമ്മൾ DVD-ROMലാണ് കാപ്പി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബ്രൗസിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് D ഡ്രൈവിനെ സെലക്ട് ചെയ്യണം. D ഡ്രൈവിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം CD ആണുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം CD-നെ റിമൂവ് ചെയ്തിട്ട് ASR CD-നെ ഇൻസെർട്ട് ചെയ്യാൻ പോകണം. ബ്രൗസിനെ സെലക്ട് ചെയ്യണം. ബ്രൗസിൽ CD-ROMനെ സെലക്ട് ചെയ്യണം. ഈ ഫയലിനെ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്താൽ ചില സമയത്ത് വർക്ക് ചെയ്യും, ചില സമയത്ത് വർക്ക് ചെയ്യാതാവും. ഇത് എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ASR ബാക്കപ്പ് ചെയ്യുമ്പോൾ C ഡ്രൈവിൽ ASR ബാക്കപ്പ് എന്ന നെയിമിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ബാക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്ലാപ്പി ഡ്രൈവിൽ SIF എന്ന ഫയലിൽ ASR ബാക്കപ്പ് എവിടെയാണ് ഉള്ളത് എന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഫ്ലാപ്പി ഡ്രൈവാണ് നമ്മൾ ഇൻസെർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഫ്ലാപ്പി ഡ്രൈവ് വായിച്ചു കഴിഞ്ഞതും ആ SIF ഫയൽ വായിച്ചു കഴിഞ്ഞതും ബാക്കപ്പ് ചെയ്തത് C ഡ്രൈവിലാണ് ഉള്ളത് എന്ന് കമ്പ്യൂട്ടർ റീഡ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് C ഡ്രൈവിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ASR ബാക്കപ്പിനെ ആക്സസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി C ഡ്രൈവിലേക്ക് ചെല്ലുക. C ഡ്രൈവിൽ അതിനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തളേ. അതായത് നമ്മൾ എവിടെയാണോ ബാക്കപ്പ് എടുത്തതോ അതേ സ്ഥലത്തേക്ക് നമ്മൾ ഇപ്പോൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് C ഡ്രൈവിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വർക്കാവും. അതുമാത്രമല്ല, ഇവിടെ ഇനിയും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്തെന്നാൽ നിങ്ങൾ 1-ാം തീയതി ബാക്കപ്പ് എടുക്കുന്നുണ്ട്, ASR ബാക്കപ്പ്. ആ ASR ബാക്കപ്പിന് ഒരു ഫ്ലാപ്പി ഡ്രൈവ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചേഞ്ചൊക്കെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് 10-ാം തീയതി ഒരു ASR ബാക്കപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ വേറെ ഒരു ഫ്ലാപ്പി ഡ്രൈവിനെ ഇട്ടിട്ടാണ് ആ 3 ഫയൽ കാപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്കപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് ഈ ഫ്ലാപ്പി ഡ്രൈവിനെ യൂസ് ചെയ്യണം. ഈ ബാക്കപ്പാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഫ്ലാപ്പി ഡ്രൈവിനെ യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ASR ബാക്കപ്പ് എടുക്കുമ്പോഴും ഫയലിൻ്റെ നെയിമിൽ ആ ഡേറ്റ്, ഫ്ലാപ്പിയിൽ ഏത് ഡേറ്റിലാണ് അത് എടുത്തത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ പർട്ടിക്കുലറായിട്ടുള്ള ഒരു ASRനെ അതിന് കറക്റ്റായിട്ടുള്ള ഫ്ലാപ്പിനെ നിങ്ങൾക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കൽ നമ്മൾ കാപ്പി ആയി കഴിഞ്ഞു. ഒരിക്കൽ നമ്മൾ റിഫ്രഷ് ചെയ്യണം. റിഫ്രഷ് ചെയ്തതും ഇവിടെ ഫയൽ വന്നു കഴിഞ്ഞു. അതായത് D ഡ്രൈവ് നിന്ന് കാപ്പി ചെയ്തിട്ട് C ഡ്രൈവിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കണം. ഓപ്പൺ കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫിനിഷ് സെലക്ട് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ ഓൾഡ് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്ന ആ പൊസിഷനിലേക്ക് വന്നു കളയും.
ഈ കോപ്പി ആയി കഴിഞ്ഞതും കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ആവും. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ റെസ്റ്റോറിങ് ഫയൽസ് ടു യുവർ കമ്പ്യൂട്ടർ എന്നുണ്ട്. ഇത് കുറച്ച് സമയം പിടിക്കും. നമ്മൾ വീഡിയോന് പാസ് ചെയ്യാം. ഇപ്പോൾ പുതിയ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. റീസ്റ്റാർട്ട് ആയതും യൂസർ നെയിം ബിറ്റ്നെറ്റ്സ് അഡ്മിന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഡൊമൈനൊക്കെ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മൾ അകത്ത് ചെന്ന് നോക്കണം. സ്റ്റാർട്ടിൽ അഡ്മിനിസ്ട്രേഷൻ ടൂൾസ്, ആക്റ്റീവ് ഡയറക്ടറി യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. അവിടെ നോക്കിയാൽ ബിഫോർ ASR എന്നുള്ള ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഫയലുകളെല്ലാം കറക്റ്റായിരിക്കും. നമ്മൾ ഈ പ്രാക്ടിക്കലിൽ ASR ബാക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കി. നമ്മൾ അടുത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡാകുമ്പോൾ കുറേ പ്രോബ്ലംസ് റേസ് ആവും. ആ പ്രോബ്ലംസൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡാകുമ്പോൾ കറക്റ്റായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡായില്ല എന്ന് വരും. കമ്പ്യൂട്ടർ ഹാങ് ആയി എന്ന് വരും. അങ്ങനെ ഹാങ് ആവുകയാണെങ്കിൽ എന്തൊക്കെയാണ് കാരണം, അത് എങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് റീസൺ വന്നിട്ട് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലുള്ള ബൂട്ട് സെക്ടർ കറപ്റ്റ് ആയിട്ടുണ്ടാവും. ബൂട്ട് സെക്ടർ കറപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡാവില്ല. അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൽ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് ഒന്നുണ്ടാവും. ആ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് കറപ്റ്റ് ആയാലും നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കറക്റ്റായിട്ട് ലോഡാവില്ല. മാസ്റ്റർ ബൂട്ട് റെക്കോർഡിൽ വൈറസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡാവില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡാവുമ്പോൾ NT ലോഡർ ntdirect.com എന്ന് 2 ഫയൽ ഉണ്ടാവും. ഈ NT ലോഡർ എന്ന ഫയലാണ് ആദ്യം ലോഡാവുന്നത്. അടുത്തത് boot.ini എന്നുള്ള ഫയൽ ലോഡാവും. അടുത്തത് ntdirect.com എന്ന ഫയൽ ലോഡാവും. ഈ ഫയലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫയൽസ് ആണ്. ഈ ഫയൽസ് മിസ്സിംഗ് ആയാലോ, അതായത് ഡിലീറ്റ് ആയാലോ അല്ലെങ്കിൽ കറപ്റ്റ് ആയാലോ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡാവില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ്. ഇതിന് ഫസ്റ്റ് ഒരു മെത്തേഡ് വന്നിട്ട് 2003 സെർവർ CD-നെ ഇട്ടിട്ട് റിക്കവറി കൺസോൾ എന്നൊരു കൺസോൾ ഉണ്ട്. ആ റിക്കവറി കൺസോളിൽ ചെന്നിട്ട് ഈ കറക്ഷൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഡിസ്ക് എന്നൊരു ഡിസ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ സ്റ്റാർട്ടപ്പ് ഡിസ്ക് വഴി ഈ ഫോൾട്ടിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈ 2 മെത്തേഡും നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സ്റ്റാർട്ടിൽ മൈ കമ്പ്യൂട്ടറിൽ C ഡ്രൈവിനെ ഓപ്പൺ ചെയ്യണം. ഈ C ഡ്രൈവിൽ നമ്മൾ ആദ്യമേ എടുത്ത ബാക്കപ്പ് ഫയൽ ഉണ്ട്. അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ C ഡ്രൈവിന്റെ റൂട്ടിലാണ് NT ലോഡർ എന്ന ഫയൽ ഉണ്ടാവുക. അത് ഒരു സിസ്റ്റം ഫയല്, ഹിഡൻ ഫയല്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണിക്കില്ല. അത് നോക്കണമെന്നുണ്ടെങ്കിൽ ടൂൾസിൽ ഫോൾഡർ ഓപ്ഷന്, വ്യൂ, ഷോ ഹിഡൻ ഫയൽസ്, താഴെ ഹൈഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് എന്നുണ്ടാവും. നമ്മളത് ആ ടിക്കിനെ അൺസെലക്ട് ചെയ്യുക. അടുത്തത് ഹൈഡ് എക്സ്റ്റൻഷൻ ഓഫ് ദ നോൺ ഫയൽ ടൈപ്സിൽ ടിക്കിനെ അൺസെലക്ട് ചെയ്തിട്ട് ഓക്കെ സെലക്ട് ചെയ്യുക. ഇവിടെ നോക്കിയാൽ ഈ NT ലോഡർ എന്ന ഫയലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡാവുമ്പോൾ ആദ്യമായിട്ട് ലോഡാവുന്ന ഫയൽ. ഈ ഫയൽ കറപ്റ്റ് ആയാൽ എന്താണ് എറർ വരിക എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ എററിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫയലിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്താൽ എന്താണ് എറർ വരിക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവണം. കമ്പ്യൂട്ടർ നമ്മൾ ഹാർഡ് ഡിസ്കിൽ ബൂട്ടിങ് ചെയ്യണം. നോർമലായിട്ട് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലാണ് ബൂട്ടാവുക. ഇങ്ങനെ ബൂട്ടാവുമ്പോൾ NT ലോഡർ ഈസ് മിസ്സിംഗ്, പ്ലീസ് കൺട്രോൾ ഡിലീറ്റ് റീസ്റ്റാർട്ട് എന്ന് വരും. ഈ ഫോൾട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഈ ഫോൾട്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് NT ലോഡർ മിസ്സിംഗ് എന്ന എറർ വന്നിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2003 ഓപ്പറേറ്റിംഗ് സിസ്റ്റം CD-നെ ഇട്ടിട്ട് കമ്പ്യൂട്ടറിനെ ബൂട്ട് ചെയ്യണം. ബൂട്ടിങ്ങിൽ ബൂട്ട് ഫ്രം CD-ROM എന്നുള്ളതിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ CD-ന്ന് ബൂട്ട് ആവുന്നുണ്ട്. സെറ്റപ്പ് പേജിൽ ടു കണ്ടിന്യൂ പ്രസ് എൻ്റർ എന്നുണ്ട്. നമ്മൾ എൻ്റർ പ്രസ് ചെയ്യണം. എൻ്റർ പ്രസ് ചെയ്തതും ടു സെറ്റപ്പ് വിൻഡോസ് പ്രസ് എൻ്റർ എന്നുണ്ട്. നമ്മളിപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ പോകുന്നില്ല, റിപ്പയർ ചെയ്യാനാണ് പോകുന്നത്. ടു റിപ്പയർ ദ വിൻഡോസ് ഇൻസ്റ്റലേഷൻ യൂസിങ് ദ റിക്കവറി കൺസോൾ പ്രസ് R എന്നുണ്ട്. അപ്പോൾ നമ്മൾ R-ന് പ്രസ് ചെയ്യണം. R-ന് പ്രസ് ചെയ്തതും നിങ്ങൾക്ക് ഒരു കമാൻഡ് പ്രോംപ്റ്റ് പോലെ വന്നളയും. ഈ കമാൻഡ് പ്രോംപ്റ്റിൽ C:/Windows എന്നുണ്ട്. അതായത് C ഡ്രൈവിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ നമ്പർ 1 ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ചെല്ലട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ 1-ന് പ്രസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യണം.
എൻ്റർ ചെയ്തതും അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് നമ്മളിവിടെ എൻ്റർ ചെയ്യണം. ഇത് ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് അല്ല. ആക്റ്റീവ് ഡയറക്ടറി ലോഡ് ചെയ്യുമ്പോൾ റെസ്റ്റോർ മോഡ് പാസ്വേഡ് എന്നൊരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പാസ്വേഡാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഞങ്ങളിവിടെ പാണ്ടിച്ചേരി 1 തന്നിട്ടുണ്ട്. ആ പാണ്ടിച്ചേരി 1 എൻ്റർ ചെയ്തിട്ട് എൻ്റർ ചെയ്യണം. ഇപ്പോൾ നമ്മൾക്ക് സിയിൽ വിൻഡോസിൽ കമ്പ്യൂട്ടർ വന്നിട്ടുണ്ട്. നമുക്ക് എൻടി ലോഡർ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ സി ഡിയിൽ നിന്ന് ആ എൻടി ലോഡർ ഫയലിനെ എടുത്തിട്ട് സി ഡ്രൈവിൽ കോപ്പി ചെയ്ത് കൊടുക്കണം. സി ഡി ഡ്രൈവിലാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഡി ഡ്രൈവിലേക്ക് ചെല്ലണം. ഡി ഡ്രൈവിൽ dir കമാൻഡ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ i386 എന്നുള്ള ഫോൾഡർ ഉണ്ടാവും. ഈ ഫോൾഡറിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫയൽസ് ഒക്കെ ഉണ്ടാവുക സി ഡിയിൽ. അതുകൊണ്ട് സി ഡി i386 എന്ന ഫോൾഡറിലേക്ക് പോവാണ്. ഇവിടെ dir nt ldr എന്ന് നമ്മൾ എൻ്റർ ചെയ്താൽ അകത്ത് NT ലോഡർ എന്ന ഫയലുണ്ട്. ആ ഫയലിനെ നമ്മൾ എടുത്തിട്ട് സി ഡ്രൈവിൻ്റെ റൂട്ടിൽ കോപ്പി ചെയ്യണം. അപ്പോൾ കോപ്പി ചെയ്യാൻ കോപ്പി ntldr:// എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻ്റർ ചെയ്യണം. ഇപ്പോൾ ഒരു ഫയൽ കോപ്പി ആയി കഴിഞ്ഞു. ഫയൽ കറക്റ്റായിട്ട് കോപ്പി ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സി ഡ്രൈവിലേക്ക് പോകണം. സി ഡ്രൈവിൽ cd:// എന്ന് എൻ്റർ ചെയ്യണം. ഈ cd:// എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സിയിൽ വിൻഡോസിലാണുള്ളത്. cd:// എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് ചെല്ലണം എന്നുള്ളതാണ്. അതായത് സി ഡ്രൈവിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞു. ഇവിടെ dir കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്ത് നോക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മൾ കോപ്പി ചെയ്ത NT ലോഡർ ഫയൽ ഇവിടെ വന്നു കഴിഞ്ഞു. ntdetect.com ഫയൽ ആദ്യമേ ഇവിടെ ഉണ്ട്. നമ്മൾ കോപ്പി ചെയ്ത ഫയലിൽ പെർമിഷൻസ് ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടില്ല, അട്രിബ്യൂട്ട്സ് ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടില്ല എന്ന് പറയും. കാരണം ntdetect.comൽ നോക്കിയാൽ ആർച്ചീവ്, റീഡ് ഓൺലി, ഹിഡൻ, സിസ്റ്റം എന്ന് അട്രിബ്യൂട്ട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ കോപ്പി ചെയ്ത ഫയലിൽ ആർച്ചീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെർമിഷൻ, അതായത് അട്രിബ്യൂട്ട്സിന് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്യാൻ അട്രിബ് എന്നൊരു കമാൻഡ് ഉണ്ട്. അട്രിബ് പ്ലസ് റീഡ് ഓൺലി, ഹിഡൻ, സിസ്റ്റം, ntldr എന്ന് നമ്മൾ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തിട്ട് ഒരിക്കൽ കൂടി dir കമാൻഡ് എൻ്റർ ചെയ്ത് നോക്കണം. ഇപ്പോൾ ntdetect.comലും NT ലോഡറിലും പെർമിഷൻസ് ഈക്വലായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ റീസെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത് എങ്കിൽ NT ലോഡർ മിസ്സിംഗ് എന്ന എറർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2003 സെർവർ CD ഇട്ടിട്ട് കമ്പ്യൂട്ടറിനെ ഓൺ ചെയ്തിട്ടുണ്ട്. അതിൽ റിക്കവറി കൺസോളിലേക്ക് ലാഗിനായി. റിക്കവറി കൺസോളിൽ ചെന്നിട്ട് സി ഡിൻ്റെ i386 ഫോൾഡറിൽ ഉണ്ടായിരുന്ന NT ലോഡർ ഫയലിനെ കോപ്പി ചെയ്തിട്ട് സി ഡ്രൈവ് റൂട്ടിലേക്ക് കോപ്പി ചെയ്ത് കൊടുത്തു. അട്രിബ്യൂട്ട്സ് വന്നിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എക്സിറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്താൽ കമ്പ്യൂട്ടർ നമുക്ക് നോർമലായിട്ട് ബൂട്ടാവും. കമ്പ്യൂട്ടർ ഇപ്പോൾ നോർമലായിട്ട് ബൂട്ടാവുന്നുണ്ട്. നമ്മൾ അഡ്മിനിസ്ട്രേറ്ററിൽ ലാഗിൻ ആവണം. ഇപ്പോൾ NT ലോഡർ ഫയല് നമ്മൾ കോപ്പി ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കൽ കൂടി ആ ഫയലിനെ ഡിലീറ്റ് ചെയ്യണം. കാരണം സ്റ്റാർട്ടപ്പ് ഡിസ്ക് വെച്ചിട്ട് ഈ ഫാൾട്ട് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ്. അതുകൊണ്ട് നമ്മൾ ആ ഫയലിനെ ഒരിക്കൽ കൂടി ഡിലീറ്റ് ചെയ്യണം. വിൻഡോസ് 2003 സ്റ്റാർട്ടപ്പ് ഡിസ്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടപ്പ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു ഫ്ലാപ്പി ഡ്രൈവിനെ അകത്ത് ഇൻസെർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ഫ്ലാപ്പി ഡ്രൈവ് അകത്ത് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലാപ്പി ഡ്രൈവിൽ ASR ബാക്കപ്പ് എടുത്ത ഫയൽസൊക്കെ അകത്തുണ്ട്. അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഫ്ലാപ്പി ഡ്രൈവിനെ ഫോർമാറ്റ് ചെയ്യാൻ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് ചെല്ലണം. കമാൻഡ് പ്രോംപ്റ്റിൽ ഫോർമാറ്റ് A: എന്ന് എൻ്റർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫോർമാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫ്ലാപ്പിക്ക് വല്ല നെയിം തരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ നെയിം ഒന്നും തരുന്നില്ല. അതുകൊണ്ട് എൻ്ററിനെ പ്രസ് ചെയ്യണം. ഇപ്പോൾ ഫോർമാറ്റ് ആയി കഴിഞ്ഞു. ഇനി ഒരു ഫ്ലാപ്പിയും കൂടി ഫോർമാറ്റ് ചെയ്യാൻ പോകേണ്ടത് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഒരു ഫ്ലാപ്പി ഫോർമാറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് നോ പ്രസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യണം. ഈ ഫ്ലാപ്പി ഡ്രൈവിൻ്റെ അകത്ത് നമ്മൾ 2 ഫയൽസ് കോപ്പി ചെയ്യണം. അതുകൊണ്ട് ഈ ഫ്ലാപ്പി ഡ്രൈവിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഫ്ലാപ്പി ഡ്രൈവിൻ്റെ അകത്ത് എന്തൊക്കെ ഫയലാണ് കോപ്പി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സി ഡിൻ്റെ അകത്ത് i386 എന്ന ഒരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിൽ ntldr എന്ന ഫയലിന് നമ്മൾ കോപ്പി ചെയ്യണം. ntldr ഫയലുണ്ട്. അതിനെ കോപ്പി ചെയ്തിട്ട് ഫ്ലാപ്പിയിലേക്ക് പേസ്റ്റ് ചെയ്യണം. അടുത്തത് ntdetect.com എന്ന ഫയൽ ഉണ്ടാവും. ആ ntdetect.com ഫയലിനെ നമ്മൾ കോപ്പി ചെയ്യേണ്ടത് ntdetect.comനെ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലാപ്പി ഡ്രൈവിൽ NT ലോഡർ ntdetect.com എന്ന ഫയൽ നമ്മൾ
കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് സി ഡ്രൈവിലേക്ക് ചെല്ലണം. സി ഡ്രൈവിൽ boot.ini എന്ന ഫയലുണ്ട്. ഈ ഫയലും നമ്മൾ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് ഫ്ലാപ്പിയിലേക്ക് പേസ്റ്റ് ചെയ്യണം. ഈ boot.ini ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മൾട്ടിപ്പിൾ OS ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ OSന് ഒരു മെനു ഡിസ്പ്ലേ ചെയ്യും. ഒരു എക്സാമ്പിളിന് 2003 സെർവറും XPയും നമ്മൾ ഹാർഡ് ഡിസ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ 2003ലേക്ക് ചെല്ലുണ്ടോ അല്ലെങ്കിൽ XPയിലേക്ക് ചെല്ലുണ്ടോ എന്ന് ചോദിക്കും. അതിനുള്ള ഫയലാണത്. ഈ ഫയലിനെ നമ്മൾ കോപ്പി ചെയ്യണം. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ NT ലോഡർ ഫയൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്ലാപ്പി ഡ്രൈവ് വഴി സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഹാർഡ് ഡിസ്ക് വഴി സ്റ്റാർട്ട് ചെയ്താൽ NT ലോഡർ മിസ്സിംഗ് എന്ന സെയിം ഫാൾട്ട് തന്നെ വരും. അതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറിനെ റീസ്റ്റാർട്ട് ചെയ്യണം. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിമൂവബിൾ ഡിസ്ക് വഴി നമ്മൾ അകത്തേക്ക് ചെല്ലണം. റിമൂവബിൾ ഡിസ്ക് ആണ് ഫ്ലാപ്പി ഡ്രൈവ്. റിമൂവബിൾ ഡിസ്കിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്താൽ NT ലോഡർ ഫയൽ മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഹാർഡ് ഡിസ്കിൽ കമ്പ്യൂട്ടർ നോർമലായിട്ട് ബൂട്ടായിട്ട് അകത്തേക്ക് ചെല്ലും. കാരണം NT ലോഡർ ഫയൽ ഫ്ലാപ്പിയിലുണ്ട്. ആ NT ലോഡർ ഫയലും ntdirect.comഉം ഫ്ലാപ്പി എന്ന് ലോഡ് ചെയ്തോളും. ഇപ്പോൾ കമ്പ്യൂട്ടർ നോർമലായിട്ട് ബൂട്ടാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് തന്നെ അകത്ത് ലാഗിൻ ചെയ്യാൻ പറ്റും. ഓരോ പ്രാവശ്യവും നമ്മൾ ഫ്ലാപ്പി വെച്ചിട്ട് ബൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഫാൾട്ടിനെ നമ്മൾ ശരിയാക്കണം. അതിന് മൈ കമ്പ്യൂട്ടറിനെ ഓപ്പൺ ചെയ്തിട്ട് ഫ്ലാപ്പി ഡ്രൈവിനെ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. സി ഡ്രൈവിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സി ഡ്രൈവിൽ NT ലോഡർ ഫയൽ ഇല്ല. അതുകൊണ്ട് ഫ്ലാപ്പി എന്ന ആ ഫയലിനെ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യണം. സി ഡ്രൈവിലേക്ക് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്തിട്ട് നോക്കിയാൽ നമ്മൾ കോപ്പി ചെയ്ത NT ലോഡറിൽ A മാത്രമേ ഉള്ളൂ. ntdirect.comൽ റീഡ് ഓൺലി, ഹിഡൻ, സിസ്റ്റം, ആർച്ചീവ് എന്ന എല്ലാ അട്രിബ്യൂട്ടും ഉണ്ട്. അപ്പോൾ NT ലോഡർ ഫയലിന് നമ്മൾ അട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്യണം. അതിന് നമ്മൾ NT ലോഡർ ഫയലിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് ചെല്ലണം. ഈ ഗ്രാഫിക്കലിൽ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ റീഡ് ഓൺലി, ഹിഡൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സിസ്റ്റം ഫയലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ പിന്നെയും കമാൻഡ് പ്രോംപ്റ്റിലേക്ക് തന്നെ ചെല്ലണം. കമാൻഡ് പ്രോംപ്റ്റിൽ CD// അതായത് സിൻ്റെ റൂട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് DR എൻ്റർ ചെയ്യണം. DR എൻ്റർ ചെയ്താൽ NT ലോഡർ ഫയലിന് നമ്മൾ അട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്യണം. അട്രിബ്യൂട്ട് NT star എന്ന കമാൻഡ് എൻ്റർ ചെയ്യുന്നുണ്ട്. എൻ്റർ ചെയ്താൽ ntdirect.comൽ സിസ്റ്റം ഹിഡൻ റീഡ് ഓൺലി ഉണ്ട്. അത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അട്രിബ്യൂട്ട് +SHR NTLDR ഇങ്ങനെയാണ് നമ്മൾ CD ബൂട്ട് ചെയ്തപ്പോൾ എൻ്റർ ചെയ്തത്. പക്ഷേ ഈ കമാൻഡ് ഇവിടെ വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് ഇൻവാലിഡ് സ്വിച്ച് എന്ന് വരും. അതായത് CD ലോഡാവുമ്പോൾ +SHR നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ഹാർഡ് ഡിസ്ക് വഴി പോവുകയാണെങ്കിൽ നിങ്ങൾ അട്രിബ്യൂട്ട് +S+H+R NTLDR ഇങ്ങനെ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തിട്ട് നമ്മൾ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്ത പിന്നെ നമ്മൾ അട്രിബ്യൂട്ട് കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് അട്രിബ്യൂട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്ലാപ്പിൻ്റെ ആവശ്യമില്ല. NT ലോഡർ മിസ്സിംഗ് എന്ന ഫാൾട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. NT ലോഡർ, ntdirect.com, boot.ini ഈ ഫയലൊക്കെ കേട് വന്നാൽ എങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളത് നമ്മൾ നോക്കി. 2003 സെർവർ CDനെ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഡിസ്കിനെ വെച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വേറെ വല്ല ഫാൾട്ടുകളും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഫാൾട്ടുകൾ വന്നാൽ നിങ്ങൾക്ക് റിക്കവറി കൺസോളിൽ ചെന്നിട്ട് അത് ശരിയാക്കാൻ പറ്റും. റിക്കവറി കൺസോളിലേക്ക് ചെല്ലാൻ എപ്പോഴും CD വേണം എന്നേ ഇല്ല. നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിലും റിക്കവറി കൺസോളിന് ലോഡ് ചെയ്യാൻ പറ്റും. റിക്കവറി കൺസോളിന് എങ്ങനെയാണ് ഹാർഡ് ഡിസ്കിൽ ലോഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. റിക്കവറി കൺസോൾ ലോഡ് ചെയ്തിട്ട് റിക്കവറി കൺസോളിൻ്റെ വഴി എങ്ങനെയാണ് അകത്ത് ലാഗിൻ ആവുക എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കാൻ പോവാണ്. നമ്മൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് CD-ROM ഓപ്പൺ ചെയ്യേണ്ടത്. അതിലുള്ള ഫയൽസ് എല്ലാം നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. കോപ്പി ചെയ്തിട്ട് സിയിൽ ഒരു ന്യൂ ഫോൾഡർ 2003 CD എന്ന് എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യേണ്ടത്.
സെർവർ സി ഡിനെ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സി ഡിന്റെ ആവശ്യമില്ലാതെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു സേഫ് മെത്തേഡ് സി ഡിനെ ഹാർഡ് ഡിസ്കിനകത്ത് കോപ്പി ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇത് തന്നെ വിൻഡോസ് 7 2008 സെർവറിലൊക്കെ സി ഡി ഓട്ടോമാറ്റിക്കായിട്ട് അകത്ത് കോപ്പി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഫ്യൂച്ചറിൽ അഡീഷണൽ വിൻഡോസ് കോമ്പണൻസ് ലോഡ് ചെയ്യുകയാണെങ്കിൽ സി ഡി ചോദിക്കില്ല. പക്ഷേ 2003 സെർവറിൽ നിങ്ങൾ വിൻഡോസ് കോമ്പണൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യുകയാണെങ്കിൽ സി ഡി ചോദിക്കും. നിങ്ങൾ അകത്തെ കോപ്പി ചെയ്ത് വെക്കുകയാണെങ്കിൽ സി ഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ കോപ്പി ആവുന്നുണ്ട്. നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് ചെല്ലാം. കമാൻഡ് പ്രോംപ്റ്റിൽ സി ഡി / എൻ്റർ ചെയ്തിട്ട് റൂട്ടിലേക്ക് വരാണ്. സി ഡി 2003 സി ഡി എന്ന ഡയറക്ടറിയിലേക്ക് നമ്മൾ ചെല്ലാണ്. ഇപ്പോൾ നമ്മൾ 2003 സി ഡി ഡയറക്ടറിയിലാണ് ഉള്ളത്. ഇവിടെ dir കമാൻഡ് എൻ്റർ ചെയ്താൽ നമുക്ക് i386 എന്നുള്ള ഫോൾഡറിലേക്ക് ചെല്ലണം. അതിനെ സി ഡി i386 എന്ന് എൻ്റർ ചെയ്യണം. dir star.exe എന്ന കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഇതിൽ winnt.exe എന്ന ഒരു ഫയലുണ്ട്, winnt32.exe എന്ന ഫയലുണ്ട്. ഈ winnt.exe ഫയൽ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ 16 ബിറ്റ് ദാസിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഫയലാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ 32 ബിറ്റ് ദാസിലാണ് ഉള്ളത്. 32 ബിറ്റ് ദാസിൽ നിങ്ങൾ winnt32 എന്ന ഫയലാണ് യൂസ് ചെയ്യേണ്ടത്. winnt/cmd/cons അതായത് കമാൻഡ് കൺസോളിനെ ഹാർഡ് ഡിസ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ എൻ്റർ പ്രസ് ചെയ്യണം. എൻ്റർ പ്രസ് ചെയ്താൽ എറർ വരുന്നുണ്ട്. നമ്മൾ winnt ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. winnt32 ആണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് winnt32/cmd/cons എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തതും റിക്കവറി കൺസോൾ സ്റ്റാർട്ടപ്പ് ഓപ്ഷനിൽ ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എസ് ക്ലിക്ക് ചെയ്യണം. ഇൻ്റർനെറ്റിലേക്ക് ചെല്ലണമെന്നുണ്ട്. സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇത് ഒരു ചെറിയ ഫയലാണ്, ഒരു 7 MB സൈസ് വരുള്ളൂ. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇത് എവിടെയാണ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് എന്ന് നോക്കാൻ നമ്മൾ സി ഡ്രൈവിലേക്ക് ചെല്ലാം. സി ഡ്രൈവിൽ cmd/cons എന്നുള്ള ഫോൾഡറിലാണ് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. ഇത് 8.4 MB സൈസേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ 2003 OSലേക്ക് ചെല്ലണോ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് ചെല്ലണോ എന്ന് ചോദിക്കും. 30 സെക്കൻഡ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. ഈ 30 സെക്കൻഡിനകത്ത് നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്തും പോകാൻ പറ്റും. അല്ല റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കമാൻഡിൻ്റെ അകത്തേക്കും ചെല്ലാൻ പറ്റും. ഓരോ പ്രാവശ്യം കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴും 30 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനെ നമ്മൾ ഒരു 5 സെക്കൻഡായിട്ട് കുറയ്ക്കുന്നതാണ് നല്ലത്. അത് കുറയ്ക്കാൻ മൈ കമ്പ്യൂട്ടർ റൈറ്റ് ക്ലിക്ക് പ്രോപ്പർട്ടീസ് അഡ്വാൻസ്ഡ് സ്റ്റാർട്ടപ്പ് ആൻഡ് റിക്കവറിയിൽ ചെല്ലാണ്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ 2003 സെർവർ ഉണ്ട്. താഴെ നോക്കിയാൽ റിക്കവറി കൺസോൾ ഉണ്ട്. നമ്മൾ ഈ സെക്കൻഡിനെ ഒരു 5 ആയിട്ട് കുറച്ചിട്ട് ഓക്കെ സെലക്ട് ചെയ്യണം. ഓക്കെ സെലക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് 5 സെക്കൻഡ്സിന് ഈ മെനു വരും. നിങ്ങൾ ഒന്നും കീബോർഡിനെ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ 2003 സെർവറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെല്ലും. എപ്പോഴെങ്കിലും 2003 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺ എറോ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ എൻ്റർ ചെയ്താൽ റിക്കവറി കൺസോളിലേക്ക് ചെന്നളയും. ഇതിന് സി ഡിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം റിക്കവറി കൺസോളിന് നമ്മൾ ഹാർഡ് ഡിസ്കിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സി ഡി വഴി റിക്കവറി കൺസോളിലേക്ക് ചെല്ലുമ്പോൾ എന്ത് സ്ക്രീൻ വരുന്നുണ്ടോ അതേ സ്ക്രീനാണ് ഇവിടെയും വരുന്നത്. നമ്മളിവിടെ 1 എൻ്റർ ചെയ്തിട്ട് റെസ്റ്റോർ മോഡ് പാസ്വേഡ് എൻ്റർ ചെയ്യണം. ഇവിടെ ഹെൽപ്പ് എന്നുള്ള കമാൻഡ് നിങ്ങൾ എൻ്റർ ചെയ്താൽ റിക്കവറി കൺസോളിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കമാൻഡുകളുണ്ട്. ഈ കമാൻഡുകൾ റിക്കവറി കൺസോളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു എക്സാമ്പിളിന് ബൂട്ട് കോൺഫിഗറേഷൻ ഫയൽ വല്ലതും കേട് വന്നാൽ നിങ്ങൾക്ക് ഈ കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ വന്നിട്ട് ഡിസ്ക് പാർട്ട് ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ കമാൻഡ് പ്രോംപ്റ്റിൽ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. എക്സ്പാൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ബൂട്ടിങ്ങിൽ വല്ല പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഫിക്സ് ബൂട്ട്, ഫിക്സ് MBR, മാസ്റ്റർ ബൂട്ട് റെക്കോർഡിനെ ശരിയാക്കാൻ ലിസ്റ്റ് സർവീസസ്, ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് കമാൻഡ്സ് ഒക്കെ ഉണ്ട്. ഓരോ കമാൻഡിനും ഹെൽപ്പ് നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് നോക്കിക്കൊള്ളണം. ഒരു എക്സാമ്പിളിന് ഫിക്സ് ബൂട്ട് എന്നുള്ള കമാൻഡിലേക്ക് നമ്മൾ പോകണം. ഫിക്സ് ബൂട്ട് /? എൻ്റർ ചെയ്താൽ ഈ കമാൻഡ് എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ഉണ്ടാവും. നിങ്ങൾ റിക്കവറി കൺസോളിലുള്ള കമാൻഡ്സ് എല്ലാം എന്താണ് ഫംഗ്ഷൻ,
ഏത് ചുറ്റുപാടുകളിലാണ് ആ കമാൻഡുകൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് റെഫർ ചെയ്തോളണം. ഈ പ്രാക്ടിക്കലിൽ ASR ബാക്കപ്പ് എങ്ങനെയാണ് ചെയ്യുക, ASR റെസ്റ്റോർ എങ്ങനെയാണ് ചെയ്യുക, NT ലോഡർ ഫയൽ മിസ്സായാൽ CD യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക, സ്റ്റാർട്ടപ്പ് ഡിസ്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക, ഹാർഡ് ഡിസ്കിൽ റിക്കവറി കൺസോൾ എങ്ങനെയാണ് ലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കി. താങ്ക് യു.